പിന്നെ ഒരു 500-500 ആണെങ്കിൽ 5G സെറ്റ് ഉണ്ട് ഗൈസ്. ഐഫോൺ ഉണ്ട് ഗൈസ്. ഐഫോൺ മുന്നോട്ടുണ്ട്. ഷോപ്പൊന്നും ഇല്ല. ഇപ്പോൾ ജസ്റ്റ് അവർ ചുമ്മാ ഇരിക്കണം. കുറേ ആൾക്കാരുണ്ട് ഇങ്ങനെ ചുമ്മാ ഇരിക്കുമ്പോൾ അവരിങ്ങനെ വിചാരിക്കും എന്തെങ്കിലും ചെയ്താലും എന്തെങ്കിലും ബിസിനസ് ഞാൻ മുമ്പ് ഇരുന്നിട്ടുണ്ട്. ഇപ്പോൾ എന്തെങ്കിലും സ്മാർട്ട് ഫോൺ 500 രൂപ ഈ സ്മാർട്ട് ഫോൺ കിട്ടുന്ന ഒരു ഷോപ്പ് എന്നാണ് എൻ്റെ വീഡിയോ കണ്ടത്. ജോലിയൊന്നുമില്ല. അപ്പം അവർ കുറച്ച് പൈസ ലോണൊക്കെ എടുത്ത് അല്ലെങ്കിൽ ആയിട്ട് കടം വാങ്ങിച്ച് കമ്പനിയിൽ കുറച്ച് സെറ്റ് വാങ്ങിച്ച് ബിസിനസ് ചെയ്താലോ എന്നൊരു പ്ലാനൊക്കെ കുറേ കൊണ്ട് അങ്ങനെ ആൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ 2 ദിവസത്തിനകത്ത് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരാം. സ്വാഭാവികം. ചിലപ്പം എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് വരും. അപ്പോൾ ആ കംപ്ലയിൻറ്റ് റെഡിയാക്കി അവർക്ക് തിരിച്ച് കൊടുക്കുക എന്നുള്ളൊരു ബാധ്യത കൂടെ നമുക്കുണ്ട്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ദിവസമായി അല്ലേ വീഡിയോസൊക്കെ ചെയ്തിട്ട് ഒരുപാട് ഒരു ഇതിൽ ക്യാഷൊക്കെ തന്നിട്ടുണ്ടായിരുന്നു ഫോണിന് വേണ്ടിയിട്ട്. അപ്പോൾ കുറഞ്ഞ വിലയ്ക്ക് നല്ലൊരു ഫോൺ വരികയാണെങ്കിൽ അത് എനിക്ക് തന്നെ തരണം എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ ഫോണിൽ പൈസ അക്കൗണ്ട് ഇട്ട് വെച്ചേക്കുന്നത്. അവർക്കെല്ലാം ഞാൻ സെറ്റിൽ ചെയ്ത് കേട്ടോ. മാക്സിമം ആൾക്കാർക്ക് ഇനി 2-3 കൂടെ ഉള്ളൂ. എന്നാലും അവരെല്ലാം ഞാൻ മാക്സിമം സെറ്റ് ചെയ്തിട്ടുണ്ട്. കിട്ടിയവരെല്ലാം ഹാപ്പിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അവർക്ക് അൺബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഇപ്പം എൻ്റെ നിലവിൽ ഗൈസ് 500 രൂപ മുതൽ എൻ്റെ ഫോൺ ഉണ്ട്. മറ്റൊന്നല്ല, ഇതാണ് സാധനം. 500 രൂപ വലിയ ഡിസ്പ്ലേ ഒക്കെ വരുന്ന സാധനമാണ്. 500 ഡിസ്പ്ലേ മാറ്റിയൊന്നുമല്ല കേട്ടോ, ഫ്രഷ് ഡിസ്പ്ലേ ആണ്. പിന്നെ ഒരു 1000 രൂപയ്ക്കുണ്ട്, ഒരു 1800 രൂപയ്ക്കുണ്ട്. എല്ലാ ഫോണുകളുടെ ഉണ്ട് കേട്ടോ, ഫോണിലൊക്കെ ഉണ്ട്. പിന്നെ എന്നെ ഇന്ന് രാവിലെയും അല്ലാതെ തന്നെ കുറച്ച് വിളിച്ചിട്ട് ചോദിച്ചെന്ന് വെച്ചാൽ എൻ്റെ ഇന്ന് കുറച്ച് ഫോണിൽ ബൾക്കിന് വാങ്ങാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ട്. ബൾക്കിന് ഫോൺ വാങ്ങിച്ചിട്ട് ഒരു സെപ്പറേറ്റ് വേറൊരു ബിസിനസ്സായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഷോപ്പൊന്നും ഇല്ല. ഇപ്പോൾ ജസ്റ്റ് അവർ ചുമ്മാ ഇരിക്കുകയാണ്. കുറേ ആൾക്കാരുണ്ട് ഇങ്ങനെ ചുമ്മാ ഇരിക്കുമ്പോൾ അവരിങ്ങനെ വിചാരിക്കും എന്തെങ്കിലും ചെയ്താലോ, എന്തെങ്കിലും ബിസിനസ് ഞാൻ മുമ്പ് ഇരുന്നിട്ടുണ്ട്. എന്തെങ്കിലും ബിസിനസ് ചെയ്താലോ എന്ന് ആലോചിച്ച് ഇങ്ങനെ യൂട്യൂബിൽ കയറി ഇങ്ങനെ തപ്പും. ഇങ്ങനെ സ്റ്റോറി നോക്കുമ്പോൾ എന്തെങ്കിലും സ്മാർട്ട് ഫോൺ 500 രൂപ ഈ സ്മാർട്ട് ഫോൺ കിട്ടുന്ന ഒരു ഷോപ്പ് എന്ന് കണ്ടാണ് എൻ്റെ വീഡിയോ കണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള ഫോണിൽ എടുത്തിട്ട് മറിച്ചടിച്ച് എന്തെങ്കിലും ആർക്കെങ്കിലും കൊടുത്തിട്ട് കുറച്ചുകൂടെ എമൗണ്ട് കൂട്ടിയിട്ട് ചെറിയൊരു ബിസിനസ്സിനായിട്ട് കൊണ്ട് ഇപ്പോൾ ചുമ്മാ ഇരിക്കുകയാണ്. പലരും ജോലിയൊന്നുമില്ല. അപ്പം അവർ കുറച്ച് പൈസ ലോണൊക്കെ എടുത്ത് അല്ലെങ്കിൽ ആയിട്ടെന്തെങ്കിലും കടം വാങ്ങിച്ച് നമ്മൾ എൻ്റെ നിന്ന് കുറച്ച് സെറ്റ് വാങ്ങിച്ച് ബിസിനസ് ചെയ്താലോ എന്നൊരു പ്ലാനൊക്കെ കുറേ കൊണ്ട് അങ്ങനെ 2-3 വിളിച്ചായിരുന്നേ. അപ്പോൾ അങ്ങനെ പ്ലാനുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ പ്ലാനുള്ളവർ നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. എക്സ്പീരിയൻസ് വേണം. എനിക്കും വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല കേട്ടോ. ഞാനും പെടാറുണ്ട്. ഈ 2 ദിവസം പിന്നെ ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് പെട്ടുപോയി. നമ്മളെ വിശ്വസിക്കുന്ന ആൾക്കാരെ നമ്മളെ ചതിക്കും. നമ്മൾ ഏറ്റവും വിശ്വസിച്ച് ഒരു ഫോണൊക്കെ എടുക്കുമ്പോൾ നമ്മളെ ചതിക്കും. നമ്മൾ എത്ര വിശ്വാസമുള്ള ആളാണെങ്കിലും നോക്കിയും കണ്ടു തന്നെ എടുക്കണം. അല്ലാതെ നമ്മൾ ഇപ്പോൾ എടുത്തിയാടി വിശ്വാസം നമുക്ക് അറിയാമെന്നുള്ള ആളല്ലേ ചാടിക്കറി എടുത്ത് കഴിഞ്ഞിട്ട് അയാൾ പോകും. നമ്മൾ ക്യാഷ് കൈമാറി കഴിഞ്ഞാൽ അത് തീർന്നു, പരിപാടി തീർന്നു. മൊബൈലിൻ്റെ ഫീൽഡ് എന്ന് പറഞ്ഞാൽ IMEI നമ്പർ സൂക്ഷിച്ച് ചെയ്യേണ്ട ഒരു ജോലിയാണ്. മൊബൈൽ എല്ലാം ഒരു കച്ചവടം ചെയ്യുന്ന പോലെ ഒരു ബൈക്ക് കച്ചവടം ചെയ്യുന്ന പോലെയോ ഒരു ആട്ടോ കച്ചവടം ചെയ്യുന്ന പോലെയോ ഒന്നും അല്ല ഫോണെന്ന് പറഞ്ഞാൽ ഒരുപാട് ക്രൈമുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഫോണിൽ വരും. നമുക്ക് അറിഞ്ഞൂടല്ലോ, നമുക്കൊരു ഫോൺ വരുമ്പോൾ ഫോൺ കണ്ടീഷനാണെങ്കിൽ നമ്മൾ എടുക്കും അല്ലേ. പക്ഷേ അത് അങ്ങനെ ചെക്ക് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. ഞാൻ ആ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ. നമുക്ക് ചെക്ക് ചെയ്യണം. പ്ലേ സ്റ്റോറിൽ തന്നെ ഉണ്ട്. നമ്മൾ ഏത് ഫോൺ എടുത്താലും അതിൻ്റെ IMEI നമ്പർ ഒന്ന് ചെക്ക് ചെയ്തെടുക്കുന്നത് നല്ലതാണ്. അത് എന്തെങ്കിലും ക്രൈം ഉള്ളതാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒരു ആപ്പുണ്ട്. ആപ്പ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഏത് ഫോൺ എടുക്കുന്നവരുണ്ടെങ്കിൽ അത് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ക്രൈം ഉള്ള ഫോണുകളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മിസ്സിങ് ഫോണുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് തരംതിരിച്ച് നമുക്ക് അറിയാൻ പറ്റും. ഇത് അങ്ങനെയുള്ള മിസ്സിങ് കേസാണ്, നമുക്ക് എടുക്കാൻ പാടില്ല എന്നുള്ള സ്ഥിതിയിൽ നമുക്ക് ആപ്പ് ഉപയോഗിച്ചാൽ കിട്ടും. IMEI നമ്പർ രജിസ്റ്റർ ഉണ്ടെങ്കിൽ കിട്ടും. അപ്പോൾ അങ്ങനെ ഇപ്പം ചാടിക്കറി ഒരു ബിസിനസ് ചെയ്യാൻ നോക്കാതിരിക്കുന്നതാണ് ഏറ്റവും ഒരു പരിചയമുണ്ടെങ്കിൽ മാത്രം ഇത് ബിസിനസ്സിലോട്ട് ഇറങ്ങാം അല്ലേ. അതല്ലേ നല്ലത്. ഒരു എക്സ്പീരിയൻസ് ഒക്കെ ചെയ്ത് അല്ലേ. അല്ലാതെ ഇതിനെക്കുറിച്ച് ഒന്നും അറിഞ്ഞിടാത്ത ആളൊക്കെ കുറച്ച് പൈസ കയ്യിരിക്കണം എന്ന് പറഞ്ഞിട്ട് ചാടിക്കറി കുറച്ച് ഫോൺ എടുത്ത് വയ്ക്കും. ഫോൺ കൊടുക്കാമെന്ന് മാത്രമല്ല, പിന്നെ നമ്മൾ അതിന് ഫുൾ പ്രൊട്ടക്ഷൻ ആയിരിക്കണം. ഒരു ഫോൺ ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ 2 ദിവസത്തിനകത്ത് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരാം. സ്വാഭാവികം. ചിലപ്പം എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് വരും. അപ്പോൾ ആ കംപ്ലയിൻറ്റ് റെഡിയാക്കി അവർക്ക് തിരിച്ച് കൊടുക്കുക എന്നുള്ളൊരു ബാധ്യത കൊണ്ട് നമുക്കുണ്ട്. അങ്ങനെ ഒറ്റ കൊടുത്താൽ തീർന്നില്ല. സെക്കൻഡ്സ് സെറ്റാണ് കൊടുക്കുന്നത്. ഫ്രഷ് സെറ്റാകുമ്പം പുതിയൊരു സെറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട, ബോക്സ് പീസ് വാങ്ങിച്ച് അങ്ങ് കൊടുക്കുക. അവരങ്ങ് ഉപയോഗിച്ചോളും. സിമ്മിട്ട് അങ്ങ് ഉപയോഗിച്ചോളും. വേറെ ഒന്നും നോക്കണ്ട. ഇത് ഒരാൾ ഉപയോഗിച്ച് എത്രയോ നാൾ ഉപയോഗിച്ച് കഴിഞ്ഞ് 5 വർഷമൊക്കെ ആയ സെറ്റുകൾ നമ്മൾ മറ്റാൾക്ക് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ വാങ്ങിയിട്ട് മറ്റാൾ കൊടുക്കുമ്പോഴത്തേക്ക് നമുക്കൊരു ഗ്യാരൻറ്റിയോട് ഉണ്ട്. എന്ന് വെച്ചാൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ റെഡിയാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. അപ്പം ആ ഒരു പെർഫോമൻസ്, ഒരു ധൈര്യം, ഒരു ഇത് നമ്മളിൽ ഉണ്ടാവണം ഇല്ലേ. ആ ഒരു ഇതുണ്ടെങ്കിലേ നമ്മൾ വാങ്ങി ഒരു ബിസിനസ്സിലോട്ട് ഇറങ്ങാവും. ചുമ്മാ ചാടി ഫോൺ വാങ്ങിച്ച് അടുത്താളുടെ കൊടുത്തിട്ട് നാളെ കംപ്ലയിൻറ്റ് എന്ന് പറയുമ്പോൾ തലയൊക്കെ അവൻ്റെ ഇത് വാങ്ങിച്ചത് എന്നെ ചൂണ്ടിക്കാണിച്ചിട്ടൊരു കാര്യമില്ല.
അപ്പം വിളിച്ചിട്ടല്ലേ ഇതേപോലെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഫീൽഡിലോട്ട് ഇറങ്ങാവൂ. ഇല്ലേ ചാടിക്ക് ഇറങ്ങി കാലൊടിഞ്ഞ് പോകില്ല. അപ്പോൾ ഇന്ത്യയിൽ 500 രൂപയ്ക്ക് ഫോൺ ഉണ്ട് കേട്ടോ. ഇതാണ് 500 രൂപയുടെ ഫോൺ. ഡിസ്പ്ലേക്ക് അത്യാവശ്യം ഒറിജിനലാണ്. J7 സാംസങ്ങിൻ്റെ J7 ഡിസ്പ്ലേ ഒറിജിനലാണ് കേട്ടോ. ബാക്ക് കേസ് ഇതൊക്കെ ഇച്ചിരി പണിയൊക്കെ ഉണ്ട്, ഇത്തിരി പോലും പണിയൊക്കെ ഉണ്ട്. ഇതൊക്കെ അങ്ങനെ ചെയ്യാൻ തരും. ഞാൻ ഇത് എടുത്ത വിലയ്ക്ക് അങ്ങനെ നിങ്ങൾക്ക് തരികയാണ്. അല്ലാതെ ഞാൻ വലിയ ഇതൊന്നും പണിയൊന്നും ചെയ്ത് കഴിഞ്ഞാൽ എമൗണ്ടൊക്കെ മാറും. എന്താ ക്യാമറ ഗ്ലാസ് പൊട്ടലുണ്ട് കണ്ടില്ലേ. അപ്പോൾ ആ ഒരു ക്വാളിറ്റിയൊക്കെ വരുള്ളൂ. സാധനം വർക്കിംഗ് ആണ്. പിന്നെ ഗൂഗിളൊന്നും സപ്പോർട്ടല്ല. 500 രൂപയിലുള്ളൂ. ഗൂഗിൾ കോൾ വരുമ്പോൾ വയ്ക്കുക എടുക്കുക, അത്രയേ ഉള്ളൂ. വേറെ ഒരു വലിയ പെർഫോമൻസ് ഉള്ള സെറ്റൊന്നും അല്ല. ഗൂഗിൾ വർക്കാവത്തില്ല, അതേപോലെ യൂട്യൂബ് എടുക്കത്തില്ല. അത് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇതിന്. അതാണ് 500 രൂപയെന്ന് പറഞ്ഞ് വെച്ചേക്കുന്നത്. പിന്നെ J4+ ഉണ്ട്. J4+ എവിടെയും ഒരു 2 രൂപയ്ക്ക് അകത്ത് ഗൂഗിളൊക്കെ എടുക്കുന്ന യൂട്യൂബെല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ഒരു സെറ്റ് 2 രൂപയ്ക്ക് അകത്ത് എൻ്റെ ഉണ്ട് കേട്ടോ. 2 രൂപയ്ക്ക് വില വരുന്നുള്ളൂ. കൊള്ളാം, ഇത് കൊള്ളാം. 2 രൂപയ്ക്കകത്ത് J4+. ഇത് ഗൂഗിളൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന സാധനമാണ് കേട്ടോ. 2 രൂപയ്ക്കകത്ത് ഇത് എമൗണ്ട് കുറഞ്ഞതനുസരിച്ച് ഇങ്ങനെ മാറ്റങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കും. പിന്നെ ഒരു 500-500 ആണെങ്കിൽ 5G സെറ്റ് ഉണ്ട് ഗൈസ്. ഐഫോൺ ഉണ്ട് ഗൈസ്. ഐഫോൺ XS Max ഉണ്ട് ഗൈസ്. 2 പീസ് ഉണ്ട്. ഒരുപാട് പറയാറുണ്ട് ഗൈസ് ഐഫോൺ XS Maxനെ കുറിച്ച്. അതുകൊണ്ട് ഇരിക്കട്ടെ. പിന്നെ 5G സ്മാർട്ട് ഫോൺ ഉണ്ട്. 5500 രൂപയ്ക്ക് 5G സ്മാർട്ട് ഫോൺ ഉണ്ട്. 8GB റാം ഉണ്ട്, 6GB റാം ഉണ്ട്, 128 സ്റ്റോറേജ് ഉണ്ട്, 256 സ്റ്റോറേജ് ഒക്കെ എന്തെങ്കിലും ഡിഫക്റ്റ് ഉറപ്പായിട്ട് ഉണ്ടാവും. ഇപ്പം അതില്ല. 256 സ്റ്റോറേജ്, 8GB റാം, 6GB റാമിൽ 128-ൻ്റെ 5500 രൂപയ്ക്കൊക്കെ ഉണ്ട് 5G സ്മാർട്ട് ഫോൺ. പിന്നെ ഒരു 4500 ഈ വിവോയുടെ ഫോണിലുണ്ട്. ഡിസ്പ്ലേ ചേഞ്ച് ചെയ്ത ഫോണുകളാണ് കൂടുതലും ഇരിക്കുന്നത്. പിന്നെ 5Gയുടെ ഡിസ്പ്ലേ ചേഞ്ച് ചെയ്തല്ല, പക്ക ഒറിജിനൽ ഫോണുണ്ട് 5500. ഫുൾ കണ്ടീഷനായിട്ടുള്ള സെറ്റുകളുണ്ട്. പിന്നെ നോക്കാനുള്ളത് XS Max. ഐഫോൺ XS Max 2 പീസുണ്ട്. ഒരു ഗോൾഡ് ഉണ്ട്, ഒരു വൈറ്റ് ഉണ്ട്. ഗോൾഡ് വൈറ്റ് ഗൈസ്. ഇത് വന്നിട്ട് നിങ്ങൾ വിളിച്ചില്ല എന്നെ പറഞ്ഞില്ലെങ്കിൽ അതിശയമുള്ളൂ. ഇത് നിങ്ങൾ ഞാൻ വരെ നെട്ടിപ്പോയി കേട്ടോ. എന്തുവാണ് ഈ വിലയൊക്കെ ഇങ്ങനെയൊക്കെ? എനിക്കൊന്നും മനസ്സിലായില്ല, നിങ്ങൾക്ക് മനസ്സിലാക്കി പറ. ഇത് വന്നിട്ട് ഈ സാധനം ഉണ്ടല്ലോ, ഡിസ്പ്ലേ ചേഞ്ചറാണ്. ഈ ഒരു സാധനം XS Max ഡിസ്പ്ലേ ചേഞ്ച് ചെയ്ത സാധനമാണ്. വില കുറവാണെന്ന് നിങ്ങൾ തന്നെ അത് നോക്കിയിട്ട് പറ, വില കുറവാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇത് വന്നിട്ട് 256 സ്റ്റോറേജ് ഉണ്ട്. ഐഫോൺ XS Max 256 സ്റ്റോറേജ് ഉണ്ട്. അപ്ഡേറ്റ് വന്നിട്ട് 18 18.5 അപ്ഡേറ്റ് ലാസ്റ്റ് വെർഷൻ സോഫ്റ്റ്വെയർ ഉണ്ട്. അത് കൊള്ളാം, അടിപൊളി അല്ലേ. പിന്നെ ബാറ്ററി ഹെൽത്ത് 96 ഉണ്ട്. ബാറ്ററി ഹെൽത്ത് XS Max മോഡലേ. അപ്പോൾ ലേറ്റസ്റ്റ് എല്ലാ അപ്ഡേറ്റ് സോഫ്റ്റ്വെയറും ഇൻസ്റ്റാൾ ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു സാധനമാണ് ഇത് അല്ലേ. ഇത് വന്നിട്ട് ഗൈസ് 17500 പ്രൈസ് വരുന്നത്. ഐഫോൺ XS Max 17500 രൂപയ്ക്ക്. പിന്നെ അടുത്താണ് കലിപ്പ്. ഇത് വന്നിട്ട് ഐഫോൺ XS Max തന്നെയാണ്. ഒറിജിനൽ ഡിസ്പ്ലേ ആണ് ഗൈസ്. ഒറിജിനൽ ഡിസ്പ്ലേ. ബാറ്ററി മാറിയതാണ് നോട്ടെ. ബാറ്ററി മാറിയതാണ് കേട്ടോ. ബാറ്ററി 100 ബാറ്ററി ഹെൽത്തുണ്ട്. ഡിസ്പ്ലേ പക്ക ഒറിജിനൽ ഡിസ്പ്ലേ ആണ്. ആ ഒരു ക്വാളിറ്റിയും ഭംഗിയും എല്ലാം ഡിസ്പ്ലേക്കുണ്ട്. 64 ഉള്ളൂ സ്റ്റോറേജ്, വെറും 64. പിന്നെ ഇതിൽ പറയാനായിട്ടുള്ളത് ഡിസ്പ്ലേ ഒറിജിനലാണ്. ബോഡി കണ്ടീഷൻ എല്ലാം കൊള്ളാം ഗൈസ്. 14500 രൂപയാണ് പ്രൈസ് വരുന്നത്. 64 ഉള്ളൂ. ഇത് 256 സ്റ്റോറേജ് ഉണ്ട്. ഡിസ്പ്ലേ മാറിയതാണ്. 17500. ഇത് 64 ഉള്ള സ്റ്റോറേജ്, ഒറിജിനൽ ഡിസ്പ്ലേ ആണ്. ഒറിജിനൽ ഡിസ്പ്ലേ. അപ്പോൾ വില കണ്ടില്ലേ, എന്താ ചെയ്യുക ഗൈസ്. 64 സ്റ്റോറേജിന്. അപ്പോൾ ഇത് കൊള്ളാൻ തോന്നുന്നല്ലേ. ഇതിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് കുറച്ച് ബെറ്റർ ആണെന്ന് എനിക്ക് തോന്നുന്നു. പക്ക LED ഡിസ്പ്ലേ ആണ്. പക്ക ഡിസ്പ്ലേ, കുറഞ്ഞ ഡിസ്പ്ലേ ഒന്നും ഇട്ടിരിക്കുന്നത്, പക്ക ക്വാളിറ്റി ഡിസ്പ്ലേ ആണ് ഇത് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് ഫേസ് ലോക്ക്, ഫിംഗർ പ്രിൻ്റ് എല്ലാം എടുക്കുന്ന ഒരു ഡിസ്പ്ലേ ആണിത്. ഓക്കെ, ഫേസ് ലോക്ക് എല്ലാം എടുക്കും. ഓക്കെ, ആ ഒരു ക്വാളിറ്റി ഡിസ്പ്ലേ ആണ് ഇട്ടിരിക്കുന്നത്. ഡിസ്പ്ലേ മാറിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇത് എങ്ങനെയുണ്ട് ഇന്നത്തെ ഈ കണ്ടീഷനിൽ ഈ വില എങ്ങനെയുണ്ട് അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് കേട്ടോ. XS Maxൻ്റെ വില എങ്ങനെയുണ്ടെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് അറിയതേ. പിന്നെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി വരും ഏതെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ സ്പോട്ട് ഞാൻ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.